ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടൊരു 4 മണി പലഹാരമാണ്. അതിനിതാ ഞാൻ ഒരു 200 ഗ്രാമോളം ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ചിക്കൻ മതി ഇതിന്. അത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ചൊന്ന് വേവിച്ചെടുക്കണം. നല്ലോണം വേണമെന്നില്ല, ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഗ്യാസ് ഓണാക്കി ഗ്യാസ്മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അത് നന്നാക്കി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ലേശം ചെറിയ ഉള്ളി, വലിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, വേവിച്ച ചിക്കനും മല്ലിച്ചപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഇട്ട് കൊടുത്ത്, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത്, ചിക്കൻ ഇട്ട് കൊടുത്ത്, ഇനി അതിലേക്ക് ഞാൻ 5-6 കഷ്ണം ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് നന്നാക്കി ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് കഴിയുന്നൊരു പരിപാടിയാണ്. കുറഞ്ഞ ചിലവുകളൊക്കെ മതി. വീട്ടിലുള്ള നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത്. വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ. ഇനി അതിലേക്ക് ഞാനൊരു 3 മുട്ട എടുത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാവിനനുസരിച്ച് മുട്ട എടുത്താൽ മതി. 2 മുട്ട ആയാലും അതുമില്ല, 1 മുട്ട ആയാലും അതുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ മുട്ട കൂടുതലായാൽ ലേശം നേർത്തും പോവും. അതിനെ കൊണ്ടിട്ട് മുട്ട കയ്യിൽ നിന്ന് കുറവാണ് നല്ലത്. ഞാൻ 3 മുട്ട എടുക്കുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ച് ബ്രെഡും പൊടിയൊക്കെ ചേർത്തുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാനിതാ 3 കോഴിമുട്ട ഉടച്ച് പാർന്നിട്ടുണ്ട്. ഇനി അതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്കൊരു ലേശം ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും, മുളക് പൊടി, ഉപ്പ് പൊടി, അതിലേക്ക് ലേശം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം മക്കൾക്ക് ഇഷ്ടപ്പെടുന്നൊരു പലഹാരമാണിത്. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ സ്പൂണ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മിക്സീൻ്റെ ജാറിലുള്ള അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്തി കൊടുക്കുക. ഇതിനി നമുക്കൊന്നാക്കി നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ അരിപ്പൊടിയും മൈദയും ഈ ബ്രെഡും മുട്ടയും എല്ലാം കൂടി അടിച്ചതും ചിക്കനെല്ലാം കൂടി അടിച്ചതും എല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കണം. ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നതില്ലെങ്കിൽ അരിപ്പൊടി മൈദ കൂട്ടി കൊടുക്കുന്നില്ലെങ്കിൽ അതിനും കൂടി കണക്കാക്കി ബ്രെഡ് ചേർത്തിയാലും മതി. ഞാനൊരു 1/4 ടീസ്പൂണോളം മൈദയും അരിപ്പൊടി ഞാൻ ചേർത്ത്. ഇനി നമ്മളെ കൈമേൽ ലേശം എണ്ണ തടവി കൊടുക്കുക. അതിന് ശേഷം അതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അണ്ടി പോലെ ആക്കുക. അണ്ടീൻ്റെ ഷേപ്പിലാക്കി ചിന്നാക്കി എടുക്കുക. ഒക്കെ ഇങ്ങനെ എടുക്കുക. അത് നിങ്ങളെ ഇഷ്ടം പോലത്തെ ഏത് ഷേപ്പിലാണെന്ന് ആക്കിയെടുക്കുക. കുറച്ച് ഉരുട്ടിയെടുക്കുക. ഞാനിതിപ്പോൾ അണ്ടീൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നത്, ബാക്കി ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നമ്മൾ ആഹാരത്തിനൊരു കോലുമ്മലൊക്കെ കുത്തി കൊടുത്താൽ കുട്ടികളങ്ങ് കഴിച്ചോളും. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. നിങ്ങളെല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഞാൻ ഗ്യാസ്മേലേക്ക് ഒരു സ്റ്റീലിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്
ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം ഒട്ടിപ്പോവും. അതിനാണ് ഓരോന്നോരോന്നാക്കി ഇട്ട് കൊടുക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാവൂ. ഇത് വേഗം മുരിഞ്ഞു പോവും, ചുവപ്പ് കൂടുതലായിപ്പോവും. തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം അടുപ്പത്തിട്ട് കൊടുക്കാവൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എന്നെങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഇനിയൊക്കെ ഞാൻ അതിലേക്ക് ഓരോന്നോരോന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് ബോൾ പോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക. മറിച്ചിടാൻ കഴിയൂല, ഇത് ബോൾ പോലെ പൊന്തിപ്പോവും. ഞാൻ കൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് ചുവന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചുവന്ന് വന്നതിന് ശേഷം എല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം. ഒക്കെ ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ തിന്നാൻ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വൈകുന്നേരത്തെ 4 മണി പലഹാരത്തിന് സ്നാക്സിന് കൊടുക്കാനൊക്കെ നല്ലൊരു പലഹാരമാണിത്. എളുപ്പത്തിൽ വേഗം പണിയും കഴിയും. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുകയും ചെയ്യും നിങ്ങളെ ഇഷ്ടത്തിന്. ഞാനൊക്കെ കോരി എടുക്കുന്നുണ്ട്. എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾ ഇതാ കോല് കൊണ്ടുവന്ന് കാത്തു നിൽക്കുന്നുണ്ട്. ഇതാ കോലുമ്മലാക്കി കുത്തി കൊടുക്കാൻ. എന്നിട്ട് കോലോടെ കുത്തി കൊടുത്തിട്ട് കോലുമ്മലാക്കി തിന്നാനാണ്. ഇതെങ്ങനെയാണ് അധികം ഇത് കഴിക്കാൻ നല്ലത്. നല്ല മൊരിച്ചലുണ്ടാവും ഇതിന്. ചിക്കന് കയ്യിൽ നിന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ കൂടുതൽ കൂട്ടുകയൊക്കെ ചെയ്യാം. ഞാനിതിലേക്ക് 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. അത് 250 ഗ്രാമിൽ നിന്ന് എല്ലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു 200 ഗ്രാമോളം ചിക്കൻ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ പൊരിച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നെരിച്ചലും ഉണ്ട്, നല്ല സോഫ്റ്റ് പൊന്തി, ഉള്ളൊക്കെ നല്ല പൊള്ള പോലെ പൊന്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായത് തിന്നാൻ. കുട്ടി ഇങ്ങനെ തിന്നാം.